ജീവിതങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. കുടുംബങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാ സുവിശേഷം. ദേശത്തിന്റെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. എത്ര വ്യക്തികളുടെ ഇരുട്ടാ മാറിയത്. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ആമൻ സ്വൈര്യക്കേട് വരുത്തി. ഭാര്യയും പിള്ളേരും എല്ലാം പ്രാഗി. സ്വന്തം ഭർത്താവിനെ പ്രാഗെന്ന് ഞാൻ കേട്ടതാ. കാലിന് വെള്ളിടി വെട്ടണമെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ സ്വൈര്യക്കേട് വരുത്തിയ വ്യക്തി സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തപ്പം കുഞ്ഞാടിനെ പോലായി. ഇരുട്ടെല്ലാം മാറി. ആ കുടുംബത്തിന് ശാന്തതയും സമാധാനവും ഉണ്ടായി. അപ്പോൾ സുവിശേഷമാകുന്ന വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറും. നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പിശാചിന്റെ പിടിയിൽ നിന്ന് നിനക്ക് മോചനം കിട്ടും. പാപ ശക്തിയിൽ നിന്ന് നിനക്ക് രക്ഷ. അതാണ് സുവിശേഷത്തിന്റെ ശക്തി. കേരളം ഒരു കാലത്ത് അന്ധകാര നിബിഡമായിരുന്നു. വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ലായിരുന്നു. എല്ലാവർക്കും ഒന്നും പള്ളിക്കൂടത്തിൽ പോകാനൊക്കത്തില്ല. അല്ല, അവിടെ തമ്പുരാക്കന്മാരും ആ തത്തുല്യരായ ആൾക്കാർ പള്ളിക്കൂടത്തിൽ പോകും. അവർക്ക് വേണ്ടി പള്ളിക്കൂടമൊക്കെ ഉണ്ട്. പാവത്തങ്ങൾക്കൊന്നും പള്ളിക്കൂടത്തിൻ്റെ ആ ഏരിയ ചെല്ലാനൊക്കത്തില്ല. പാത്തു നിന്ന് പോലും ഒരക്ഷരം പഠിക്കാനൊക്കത്തില്ല. സംസ്കൃതം ദേവഭാഷയാണ്. അത് അധകൃതൻ ഉച്ചരിക്കരുത്. കേട്ടാൽ അവൻ്റെ ചെവിക്കൊക്കെ തീയോ ഒരുക്കി ഒഴിക്കണം. ഉച്ചരിച്ചാൽ അവൻ്റെ നാവ് അന്നേരം പിടിതെടുക്കണം. അങ്ങനെ കോപ്പിച്ച് വെച്ചിരിക്കുക. ആരാ? മനു ആന്നോ ഏതോ ഒരുത്തനാ. അങ്ങനത്തെ അന്ധകാരമായിരുന്നു. അമ്മമാർക്ക് മാറ് മറയ്ക്കാനൊക്കത്തില്ല. വസ്ത്രം ഉണ്ടേലും മാറ് മറയ്ക്കാനൊക്കത്തില്ല. അതുപോലെ അന്ധകാരമാണ്. അന്ന് പന്നിക്കും പട്ടിക്കും എല്ലാം അടിയിൽ കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ ഇത്ര അടി അകലം ദൂരം നടക്കണം മറ്റുള്ളവരെ. നായർ ഇത്ര അടി, ഈഴവർ ഇത്ര അടി, അങ്ങനെ ഓരോ ജാതിക്കും അടിക്കണക്കിന് ദൂരം നിന്നോണം, ഇല്ലേ വേറെ അടി വരും. പഞ്ചമി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ കൊണ്ടിരുത്തിയതിന് പള്ളിക്കൂടം കത്തിച്ചു. അങ്ങനത്തെ കാലം അന്ധകാരമാണ്. തത്തുല്യമായ സംഭവം ആ കുമ്പനാടിനടുത്ത് പൂവത്തൂര് പുല്ലാട് നടന്നത്. അതാ പുല്ലാട് ലഹള. വെട്ടുകണ്ടമെന്ന് പറയുന്ന സ്ഥലം മല്ലപ്പള്ളിക്ക് അടുത്തുണ്ട്. ആണ് അടിമകളെ വെട്ടി കണ്ടിക്കുക. ആരും ചോദിക്കാനില്ല. അടിമ ചന്തകളുണ്ടായിരുന്നു. അപ്പനെയും അമ്മയും മക്കളെയും കൂടെ ചന്തയെ കൊണ്ട് വില പറയും. ഇഷ്ടമുള്ളവർ വന്ന് ഇഷ്ടപ്പെട്ടവരെ മേടിച്ചുകൊണ്ട് പോകും. എല്ലാ വീട്ടിലും എല്ലാവരെയും കയറ്റുകയില്ല. കയറിയാൽ തന്നെ മുറ്റത്ത് കയറാനൊക്കത്തില്ല. മുറ്റത്ത് കയറിയാലും തിണ്ണെ കയറ്റുകയില്ല. തിണ്ണെ കയറ്റിയാൽ മുറിക്കകത്തോട്ടും കയറ്റുകയില്ല. ഭക്ഷണം കൊടുത്താൽ പാത്രത്തിൽ കൊടുക്കുകയില്ല. മുറ്റത്തിന് ദൂരെ കുഴി കുടിച്ചേച്ച് ഇല കൂട്ടി വെക്കും. അങ്ങനെയുള്ള കാലമാണ്. ഇരുട്ട് മാറിയത് വെളിച്ചമാകുന്ന സുവിശേഷം വന്നത്.